ഹായ് എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ CMDക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, കേരളത്തിൽ CMDക്ക് കീഴിൽ ജോലി. കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD ഇപ്പോൾ അസിസ്റ്റൻ്റ് മാനേജർ ടൂസ് റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരം. മൊത്തം 2 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. നെക്സ്റ്റ്, പ്രധാനപ്പെട്ട തീയതികൾ. അപേക്ഷ ആരംഭിക്കുന്ന തീയതി. ഈ പോസ്റ്റിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ ആരംഭിക്കുന്നത് 11 സെപ്റ്റംബർ 2024 അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 സെപ്റ്റംബർ 25 മുമ്പായി ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 25 മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് കേരള CMD റിക്രൂട്ട്മെൻറ്റ് 2024 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. സ്ഥാപനത്തിൻ്റെ പേര് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD. ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് മാനേജർ ടൂസ് റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ്. ഒഴിവുകളുടെ എണ്ണം 2 വേക്കൻസി കുറവാണെങ്കിലും മാക്സിമം അപ്ലൈ ചെയ്യുക. വേക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ജോലി സ്ഥലം ആൾ ഓവർ കേരള. ജോലിയുടെ ശമ്പളം 20,000 സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന സാലറിയാണ്. പിന്നീട് 40,000 വരെ സാലറി കൂടുതലായി ലഭിക്കുന്ന നല്ലൊരു ജോബാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് മാനേജർ ടൂസ് റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ്. പ്രായപരിധി 40 വയസ്സാണ്. 40 വയസ്സ് വരെ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് സാലറി ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് മാനേജർ ടൂർസ്. വേക്കൻസി ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ശമ്പളം 25,000 സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന ഒരു സാലറിയാണ്. പിന്നീട് 40,000 രൂപ വരെ സാലറി കൂടുതലായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് ആകെ ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. സാലറി 20,000 സ്റ്റാർട്ടിങ്ങിൽ. പിന്നീട് 25,000 വരെ സാലറി കൂടുതലായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് മാനേജർ ടൂർസ്. വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും യാത്രയിൽ ബിരുദം, കൂടാതെ ടൂറിസം കോഴ്സ് പ്ലസ് IATA സർട്ടിഫിക്കേഷൻ. കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ആവശ്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, തസ്തികയുടെ പേര് റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം പ്ലസ് പ്രാവീണ്യം. MS ഓഫീസ്. അഭികാമ്യം MBA ഇൻ HR അല്ലെങ്കിൽ HRM. ഏതെങ്കിലും HR ബന്ധപ്പെട്ട ബിരുദം. കുറഞ്ഞത് 1 വർഷത്തെ റിക്രൂട്ട്മെൻറ്റിൽ പരിചയം അല്ലെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. ഈ പറഞ്ഞവയിൽ എലിജിബിൾ ആയവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. OBC SC ST EWS ഫീമെയിൽ PWBD കാറ്റഗറിയിൽപ്പെട്ടവർക്കൊന്നും അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ് പറയുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.